ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവർക്കും ബിലേറ്റഡ് ആയിട്ടുള്ളൊരു ഹാപ്പി ഓണം. കഴിഞ്ഞ ആഴ്ചകളിലൊന്നും എനിക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല. എൻ്റെ ക്യാമറയ്ക്ക് ചെറിയൊരു ഇഷ്യൂ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാനുള്ളൊരു ഓട്ടത്തിലാണ്. അപ്പം എൻ്റെ ഫോണിലാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഈ ആഴ്ചയെങ്കിലും വീഡിയോ ഇടണ്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കയ്യിൽ കരുതേണ്ട 10 കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. അപ്പോൾ മെയിനായിട്ടും വണ്ടി ഓടിക്കുന്നവർക്ക് മാത്രമായിരിക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ കണ്ടൻറ്റ്സ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ കാര്യം നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് പറയുക എന്നോട്. അപ്പം എനിക്കത് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും ചെയ്യാം. ഒട്ടും സമയങ്ങളെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പല സാധനങ്ങളും നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. എന്നാലും ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, മാനേജ് ചെയ്യാം, ഇതൊന്നും വലിയ ആവശ്യമുള്ള സാധനങ്ങളല്ല എന്ന് ചിന്തിക്കുന്നവർക്കാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ 10 കാര്യത്തിൽ ഏറ്റവും ആദ്യമേ വേണമെന്നെനിക്ക് തോന്നിയത് റൈഡിങ് ഗിയേഴ്സാണ്. നിങ്ങളൊരു വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും റൈഡിങ് ഗിയേഴ്സ് നിർബന്ധമായിട്ട് ഇടണം. അതായത് ഭയങ്കര കോസ്റ്റ്ലി ആണ് എന്നൊരിക്കലും ചിന്തിക്കരുത്. കാരണം നിങ്ങളുടെ ജീവൻ്റെ അത്രയൊന്നും വരത്തില്ലല്ലോ ഈ സാധനങ്ങളുടെ ഒന്നും വില. ഒരു ബേസിക് പ്രൊട്ടക്ഷൻ എന്ന രീതിയിലെങ്കിലും കുറച്ച് ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ മേടിച്ചിടാൻ ശ്രദ്ധിക്കുക. റൈഡിങ് ഗിയേഴ്സിൽ മെയിനായിട്ടും വരുന്നത് ഒരു നല്ല ഹെൽമെറ്റ്, ജാക്കറ്റ്, ഗ്ലൗസ്, അതുപോലെ തന്നെ റൈഡിങ് പാൻറ്റ്, ബൂട്ട്. ഇത് മൊത്തം മേടിക്കാൻ പോയി കഴിഞ്ഞാലും നല്ലൊരു പൈസയാവും. ഇപ്പം ഒരു ഹെൽമെറ്റിന് ഒരു നല്ല ക്വാളിറ്റി ഉള്ളതിനൊരു 3000+ ആവും. അതുപോലെ തന്നെ ജാക്കറ്റ് മെയിൻ കുറച്ച് സ്റ്റിഫായിട്ട് ഉള്ള ക്വാളിറ്റി ഉള്ളതിനൊക്കെ 4500 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഗ്ലൗസ് അതുപോലെ ഒരു 750,000 തൊട്ടുണ്ട്. റൈഡിങ് പാൻറ്റിന് ഏകദേശം ഒരു 5000 ആവും. റൈഡിങ് ബൂട്ട് ക്വാളിറ്റി ഉള്ള സ്റ്റീൽ ടോ ഉള്ള റൈഡിങ് ബൂട്ടുകൾ ഇടാൻ ശ്രദ്ധിക്കുക. അതിന് ഏകദേശം 3500 തൊട്ടാവും. അപ്പോൾ ഞാൻ പാൻറ്റൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ അതിന് പകരം ഒരു ലെഗ് ഗാർഡോ ആർമർ പോലത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചിടാൻ ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ ബേസ് മോഡൽ വണ്ടികൾ, അതായത് 1 അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയാവും ഒരു 150cc ബൈക്ക് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ. 1-1.5 ഇടയ്ക്കെങ്കിലും ആവും മിനിമം. അപ്പോൾ ആ പൈസയുടെ 10% ആകത്തുള്ളൂ നിങ്ങൾക്ക് ഒരു റൈഡിങ് ഗിയർ ഫുൾ സെറ്റ് മേടിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് 1.5 മുടക്കാമെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ 15 രൂപ ഈസി ആയിട്ട് മുടക്കാം. അത് നിങ്ങൾക്ക് വെർത്താണ്. അത് നിങ്ങളൊരു നഷ്ടബോധം നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. രണ്ടാമതായിട്ട് നമ്മുടെ കയ്യിൽ കരുതേണ്ടത് വണ്ടിയിൽ വരുന്ന ടൂൾ കിറ്റാണ്. ഞാൻ പലരും കണ്ടിട്ടുണ്ട് വണ്ടിക്കകത്ത് ആ സാധനം വയ്ക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞെടുത്ത് പുറത്ത് വയ്ക്കുന്നത്, അതായത് വീട്ടിനകത്ത് കയറ്റി വയ്ക്കും. ആ ടൂൾ കിറ്റ് ശരിക്കും തരുന്നത് നമുക്ക് ഓൺ ദ വേയിൽ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന രീതിയിൽ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ടും ടൂൾ കിറ്റ് തരുന്നത്. ഇപ്പം പല വണ്ടികളുടെയും ടൂൾ കിറ്റ് ആ ഒരു പർട്ടിക്കുലർ മോഡലിന് വേണ്ടി മാത്രമായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ വീട്ടിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ട്രിപ്പ് എന്തെങ്കിലും പോകുമ്പോൾ ഓൺ ദ വേ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ചെറിയ എന്തെങ്കിലും മിസ്സിങ്ങോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണോ കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടയറൊന്ന് പഞ്ചറായി നിങ്ങൾക്ക് ആ ടയറിന് അഴിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. മറ്റൊരു ബൈക്കിൻ്റെ ടൂൾ കിറ്റ് നമ്മുടെ ഇരിക്കുന്ന വണ്ടിക്ക് സെറ്റാകണമെന്ന് പ്രോബബിലിറ്റി വളരെ കുറവാണ്. ഞാൻ പല യാത്രക്കിടയ്ക്കും കണ്ടിട്ടുള്ളൊരു കാര്യമാണ് പഞ്ചറായി കിടക്കുന്നവർ, അതുപോലെ ചെയിൻ പൊട്ടിപ്പോയി നിലത്ത് ചെയിൻ പൊട്ടിയിട്ട് സ്റ്റക്കായി പോയവർ, അങ്ങനെ കുറേ പേര്. അപ്പോൾ എൻ്റെ കയ്യിൽ ആ യാത്രയുടെ ഇടയ്ക്ക് ടൂൾ കിറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഒരു ലിമിറ്റ് വരെയൊക്കെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് പോകുന്നവരാണെങ്കിൽ ഒരേ മോഡൽ ബൈക്കും കൊണ്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒരു 10 പേര് പോയാൽ ഒരു 5 പേര് അല്ലെങ്കിൽ 3 പേരെങ്കിലും അത് കയ്യിൽ കരുതാൻ ശ്രദ്ധിക്കുക, ഒരേ മോഡൽ ബൈക്കും കൊണ്ടൊക്കെ പോകുന്നെങ്കിൽ. അല്ല, ഒറ്റയ്ക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ടൂൾ കിറ്റ് വണ്ടിയിൽ വെക്കണം. വണ്ടിയിൽ വെച്ചാൽ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തുണി പൊതിഞ്ഞ് ബാഗിലിട്ടോ,
മിനിമം അതെങ്കിലും ചെയ്യണം. അടുത്തതായിട്ട് യാത്ര പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കരുതേണ്ട ഒരു സാധനമാണ് വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ്. ഞാൻ പലരും കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ വീടിനകത്ത് കയറ്റി വയ്ക്കുന്നവർ. നമ്മളിപ്പോൾ നാട്ടിൽ കൂടെ ഓടിക്കുമ്പം കുഴപ്പമില്ല, സെറോക്സ് എടുത്ത് വണ്ടിക്കകത്ത് വെച്ചാൽ മതി. ആകെ 3-4 പേപ്പറേ ഉള്ളൂ, അതും A4 ഷീറ്റിന് അത്രയും പോലും ഇല്ല. ഒരു RC ബുക്ക്, ടാക്സ് അടച്ച പേപ്പർ, പൊല്യൂഷൻ്റെ പേപ്പർ, ഇൻഷുറൻസ്, ഈ 4 പേപ്പറിലെ ആകെ ഉള്ളൂ. അത് വെക്കാൻ എനിക്ക് എന്തുമാത്രം സ്ഥലം വേണം. മെയിനായിട്ടും കേരളത്തിൻ്റെ വെളിയിൽ പോകുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒറിജിനൽ കയ്യിൽ കരുതുക. ഇപ്പം കേരളത്തിനകത്താണെന്നുണ്ടെങ്കിൽ സെറോക്സ് വെക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷെ നമ്മുടെ ഡിസ്ട്രിക്റ്റ് വിട്ടൊക്കെ പോകുന്നെങ്കിൽ ഒറിജിനൽ തന്നെ കൈ വയ്ക്കാൻ ശ്രദ്ധിക്കുക. കേരളത്തിൻ്റെ പുറത്ത് തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടുവരികണം. നിങ്ങളുടെ ഫോണിൽ സ്കാൻഡ് കോപ്പി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിടിക്കുകയൊക്കെ ചെയ്യും, ഫൈൻ അടിക്കുകയും ചെയ്യും. അത് ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാമത്തെ വെളിവില്ലാത്ത ടീമുകളുമാണ് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ. നമ്മളെത്ര തർക്കിച്ച് സമയം കളയാന്നുള്ളതേ ഉള്ളൂ. വെറുതെ ആർഗ്യുമെൻറ്റ്സ് മാത്രമേ അവിടെ നടക്കത്തുള്ളൂ. ഫൈൻ അടയ്ക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അടയ്ക്കേണ്ടി തന്നെ വരും. നമ്മുടെ കേരളത്തിനകത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒക്കെ സ്കാൻഡ് കോപ്പിയും സമ്മതിക്കാറുണ്ട്, സമ്മതിക്കാതിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഒരു സെറോക്സ് എങ്കിലും മിനിമം നിങ്ങളുടെ ബൈക്കിനകത്ത് വെക്കുക. സീറ്റിൻ്റെ അടിയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. 4 പേപ്പർ വയ്ക്കാൻ 1 ഏക്കർ സ്ഥലമൊന്നും വേണ്ട, ഇച്ചിരി സ്ഥലം മതി, ഒന്ന് മടക്കി വെച്ചാൽ മതി. അടുത്തതായിട്ട് നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ കയ്യിൽ കരുതേണ്ട ഒരു സാധനമാണ് ഫസ്റ്റ് എയ്ഡ് കിറ്റ്. അത് ഉപയോഗിക്കാനുണ്ടാകുന്ന അവസരം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ അത് ഉപകാരപ്പെടും, അത് ഷുവറാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ വണ്ടിയിൽ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് കരുതുക. അടുത്തതായിട്ട് വേണ്ടത് ഒരു ആക്ഷൻ ക്യാമറയാണ്. കുറച്ചും കൂടെ മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞ GoPro. അത് നിർബന്ധമായിട്ടും വേണമെന്ന് ഞാൻ പറയത്തില്ല. ചെറിയ യാത്രയ്ക്ക് പോകുന്നവർ വെക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ ഒരു ലോങ് ട്രിപ്പ് പോകുന്നവർക്ക് അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കാരണം നമ്മൾ ട്രിപ്പ് പോവുക, ഒരു സ്ഥലത്തോട്ട് നമ്മൾ ട്രിപ്പ് പോവുക എന്ന് പറയുന്നത് എപ്പോഴെപ്പോഴും നടക്കുന്നൊരു കാര്യമല്ല. അഥവാ നടന്നാലും ഓരോ ടൈം പോകുമ്പോഴും പല പല കാഴ്ചകളായിരിക്കും നമ്മൾ കാണുന്നത്. അത് നമുക്ക് കുറച്ച് നാളുകൾ കഴിഞ്ഞ് കാണണമെന്നുണ്ടെങ്കിൽ ഈ GoPro ഉണ്ടെങ്കിൽ ഒരു ലിമിറ്റ് വരെ അത് സഹായിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് കരുതണം എന്ന് ഞാൻ പറയത്തില്ല. അതായത് മെയിനായിട്ടും ഒരു ലോങ് ട്രിപ്പ് പോകുന്നവർക്ക് ഒരു 3 ദിവസം 4 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസങ്ങൾ യാത്ര ചെയ്യുന്നവർക്കായിരിക്കും ഇനി പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ഉപകാരപ്പെടുക. അപ്പം ഈ ടോപ്പിക്കിൽ ഫസ്റ്റ് വേണ്ടത് ഒരു ചെയിൻ ക്ലീനർ അല്ലെങ്കിൽ ലൂബ്. ഒരു റെക്കമെൻഡായിട്ട് ഞാൻ പറയുന്നത് എവറി 500 കിലോമീറ്ററിൽ നിങ്ങൾ ചെയിൻ ഒന്ന് ലൂബ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് റൈഡിന് കുറച്ചും കൂടെ ഒരു സ്മൂത്ത് ഫീൽ വരും. അപ്പോൾ നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന ദിവസങ്ങളിൽ അടുത്ത ദിവസത്തെ യാത്ര തുടങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കിടക്കുന്നതിന് കുറേ നേരം മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഞാൻ ലഡാക്ക് ട്രിപ്പ് പോയ സമയങ്ങളിൽ എൻ്റെ ഡെയിലി ഉള്ളൊരു പണിയായിരുന്നു ചെയിൻ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത്. കാരണം ഞാൻ ആവറേജ് 500 കിലോമീറ്റർ ഓടുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു പ്രധാന പണിയായിരുന്നു ചെയിൻ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഇപ്പം നിങ്ങളൊരു 1 വീക്കൊക്കെ ട്രിപ്പാണ് പോകുന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിലൊക്കെ ധാരാളമാണ്. അപ്പോൾ ഒരു ചെയിൻ ക്ലീനറും ലൂബും കയ്യിൽ കരുതുക. അടുത്തതായിട്ട് വേണ്ടിയത് പഞ്ചർ കിറ്റ്. ഇപ്പം മോസ്റ്റ് ഓഫ് ദ ബൈക്ക് എല്ലാം തന്നെ ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. ട്യൂബുള്ള ടയറും ഉണ്ട്, എന്നാലും കൂടുതലും വരുന്നത് ട്യൂബ്ലെസ് ടയേഴ്സാണ്. അപ്പോൾ ഒരു 1500 രൂപയ്ക്കകത്ത് തന്നെ പഞ്ചർ കിറ്റ് ഫുൾ കിറ്റായിട്ട് തന്നെ വരുന്നുണ്ട്. എനിക്ക് പമ്പ് എക്സ്ട്രാ മേടിക്കണമെന്ന് തോന്നുന്നു. പമ്പ് ഇല്ലാതെ തന്നെ വരുന്നുണ്ട്. പല ബ്രാൻഡുകളുടെയും സാധനങ്ങൾ ഇറങ്ങുന്നുമുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഒരു പഞ്ചർ കിറ്റ് കരുതുക. അതിപ്പം ഒരു 1 ഡേ ട്രിപ്പ് പോയാലും കരുതുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ഒറ്റയ്ക്കാണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉപകാരപ്പെടും. ഗ്രൂപ്പായിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ആ കൂടെ വരുന്നവർക്കും ഉപകാരപ്പെടും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കട്ടെ, എന്നാലും കയ്യിൽ കരുതുന്നത് വളരെ അനുയോജ്യമായിരിക്കും. അടുത്തതായിട്ട് ലോങ് ട്രിപ്പ് പോകുമ്പോൾ നിങ്ങൾ മെയിനായിട്ടും കയ്യിൽ കരുതേണ്ട ഒരു സാധനമാണ് സ്പെയർ കീ.
സ്വന്തം വണ്ടിയുടെ ആയിരിക്കണേ, ചുമ്മാ നിങ്ങളുടെ സ്വന്തം വണ്ടിയുടെ സ്പെയർ കീ. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം നിങ്ങളുടെ സ്വന്തം നാട്ടിൽ അല്ലെങ്കിൽ സ്വന്തം സ്റ്റേറ്റിൽ കൂടെയാണ് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ അഥവാ കീ മിസ്സായാൽ നിങ്ങൾക്ക് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പെയർ കീ കിട്ടാനുള്ള വകുപ്പുകളുണ്ട്. ഇപ്പം വീട്ടിലുള്ളവരോട് കൊണ്ടുതരാൻ പറയുമോ, അല്ലെങ്കിൽ ചെറുതായിട്ട് സ്റ്റേ ചെയ്താൽ പോകുന്നെങ്കിൽ പാഴ്സൽ അയക്കാൻ പറയുമോ, അങ്ങനെ എന്തുവേണമെങ്കിലും ചെയ്യാം. പക്ഷേ കേരളത്തിൻ്റെ വെളിയിലോട്ടാണെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ഉണ്ടാക്കും. അത് കൊറിയർ ചെയ്യാനാണെന്ന ഓപ്ഷൻ ഉണ്ട്, പക്ഷേ നിങ്ങളുടെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ദിവസങ്ങളുടെ എണ്ണം കൂടും, അല്ലെങ്കിൽ നിങ്ങൾ ചാർട്ട് ചെയ്തേക്കുന്ന ദിവസങ്ങളുടെ എണ്ണം കൂടും. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സ്പെയർ കീ നിങ്ങളുടെ കയ്യിൽ ബാഗിൽ എപ്പോഴും വെക്കുന്നത് നല്ലതായിരിക്കും. അത് ബാഗ് നഷ്ടപ്പെടുത്തരുത്, അപ്പം പിന്നെ ടോട്ടൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പം അത് സേഫായിട്ട് വെക്കുക, കൂടാതെ സ്വന്തം സ്റ്റോക്കായിട്ടുള്ള കീ കളയാതെ നോക്കുക. അടുത്തതായിട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ബഞ്ചി കോഡാണ്. ബഞ്ചി കോഡ് എന്തിനാണ് കയ്യിൽ കരുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഞ്ചി കോഡിന് മെയിനായിട്ടും 2-3 യൂസുകളാണ് പ്രൈമറി നോട്ടത്തിലുള്ളത്. അതായത് ആദ്യത്തെ യൂസ് എന്ന് പറയുന്നത് മെയിനായിട്ടും ലോങ് ട്രിപ്പ് പോകുന്നവർ ഫസ്റ്റ് ചെയ്യുന്നത് ഒരു ബാഗ് കാണും, ആ ബാഗ് പുറകിൽ കെട്ടിവെക്കാൻ ഉപയോഗിക്കാം. അതുപോലെ സ്റ്റേ ചെയ്താൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സ് ഒന്ന് വാഷ് ചെയ്യണം. ഇപ്പോൾ ഒരു ലഡാക്ക് ട്രിപ്പോ അല്ലെങ്കിൽ ഒരു 15 ദിവസത്തെ ഒക്കെ ട്രിപ്പിന് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡ്രസ്സ് വാഷ് ചെയ്തായിരിക്കും യാത്ര നടത്തുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന റൂമിൽ തുണി ഇടാനുള്ളൊരു കയറുണ്ടാകണമെന്ന് നിർബന്ധമില്ല. അപ്പം ഈ ബഞ്ചി കോഡ് നിങ്ങൾക്ക് റൂമിൻ്റെ ഒരറ്റത്തുനിന്ന് മറ്ററ്റത്തോട്ട് തൂക്കിയിട്ട് നിങ്ങളുടെ ഡ്രസ്സ് ഉണക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത പറയുന്ന ഓപ്ഷൻ അത്ര പോസിബിളല്ല, എന്നാലും ഒരു എക്സ്റ്റെൻഡ് വരെ ഒക്കെ ഉപയോഗിക്കാം. അതായത് ടോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കെട്ടി വലിച്ചുകൊണ്ട് പോകാമെന്ന് പറയത്തില്ലേ, കുറച്ച് ഹെവി വെഹിക്കിളാണ് കെട്ടി വലിക്കണ്ടെങ്കിൽ സാധനം പൊട്ടി താഴെ കിടക്കും. അല്ല, ചെറുതെന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്റ്റെൻഡ് വരെ ഉപയോഗിക്കാം. ഞാനത് ഉപയോഗിക്കാൻ പറ്റുമെന്നല്ല പറയുന്നത്, ഒരു പക്ഷേ ഉപയോഗിക്കാൻ പറ്റിയേക്കാം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവസാനമായിട്ട് നിങ്ങൾ കരുതിയിരിക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ആക്സിലേറ്റർ കേബിളും ക്ലച്ച് കേബിളുമാണ്. ഈ 2 സാധനങ്ങൾ മെയിനായിട്ടും നല്ല രീതിയിൽ വണ്ടി ഓടിച്ച് പോകുന്നവർക്കായിരിക്കും ഉപകാരപ്പെടുക. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല, ചിലപ്പം ഈ 1 വീക്ക് പോകുന്ന ആൾക്കും ഉപകാരപ്പെട്ടേക്കാം, നമുക്കറിയത്തില്ല ഈ സാധനങ്ങളൊക്കെ എപ്പോഴാണ് പൊട്ടുന്നുള്ളത്. പക്ഷെ ഒരു ലോങ് ട്രിപ്പ് പോകുമ്പം ഈ കാര്യം 2 കയ്യിൽ വെക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. നിങ്ങൾക്കിപ്പോൾ അത് മാറ്റാനുള്ള ഒരു ഐഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് പുതിയതൊരെണ്ണം മാറ്റിയിടുകയും അതുപോലെ തന്നെ ഒരെണ്ണം എക്സ്ട്രാ ഇട്ട് വെക്കുകയും ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഷോറൂമിൽ പോയി നിങ്ങൾ പഠിച്ച് വെക്കുക എങ്ങനെയാണ് ഇത് ഇടുന്നതെന്നുള്ളത് മാത്രം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി റീസെറ്റ് ചെയ്ത് വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ ഈ പൊട്ടി കഴിയുമ്പം ക്ലച്ചിൽ നിന്ന് ഊരി വിടുക, താഴത്തുനിന്ന് ഊരി വിടുക, മറ്റേത് പുതിയത് കയറ്റി വയ്ക്കുക. സിമ്പിൾ. അല്ലാതെ നിങ്ങൾക്ക് ആ നട റോഡിൽ ഇരുന്ന് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്ന് നിങ്ങൾക്ക് ഈ വയറ് ഫുള്ള് കയറ്റി വലിച്ച് വിടുക എന്ന് പറയുന്നത് കുറച്ച് ടഫ് ജോബായിരിക്കും. അതുപോലെ ആക്സിലേറ്റർ കേബിളിൻ്റെ പറയാൻ കാര്യം, ഇപ്പോൾ വരുന്ന കുറച്ച് വണ്ടികളെ കണ്ടിട്ടുള്ളൂ റൈഡ് ഓൺ വയറോ അങ്ങനെ ഒരു സിസ്റ്റമാണല്ലോ. അപ്പോൾ അത് എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. ബുള്ളറ്റ് പോലുള്ള ബൈക്കുകൾക്കൊക്കെ ആക്സിലേറ്റർ കേബിൾ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. പുതിയ മോഡലൊന്നും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ്. അപ്പം ഇത് കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇത്രയും സാധനങ്ങളല്ല ശരിക്കും ഒരു യാത്രയ്ക്ക് നമ്മൾ പോകുമ്പം കയ്യിൽ കരുതേണ്ടത്. ഇതിലും കൂടുതൽ സാധനങ്ങളുണ്ട്. പക്ഷേ മെയിനായിട്ടും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്റ്റെൻഡ് വരെ സർവൈവ് ചെയ്യാം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ കൂടുതൽ സാധനങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം ക്യാരി ചെയ്യാന്ന് പറയുമ്പം നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ പുഷ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ക്യാരി ചെയ്യുന്ന ലഗേജിൻ്റെ വെയിറ്റ് പുഷ് ചെയ്യേണ്ടി വരും. അപ്പം ഒരു ചെറിയ റൈഡൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബേസിക് ചെക്കപ്പെങ്കിലും നടത്തിയിട്ട് റൈഡ് പോകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഒരാൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്കത് മേടിക്കണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് മേടിക്കാവുന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടവരാരെങ്കിലും വണ്ടി ഓടിക്കാത്തവരോ അല്ലെങ്കിൽ യാത്ര ചെയ്യാത്തവരോ എല്ലാവരും ആണെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്താൽ ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നത് വരെ